ബോളിവുഡിലെ സൂപ്പർ ഹിറ്റ് യൂണിവേഴ്സുകളിൽ ഒന്നായ സ്പൈ യൂണിവേഴ്സിന്റെ വാർ 2 ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തുന്നു. ചിത്രത്തിൽ ഷാരൂഖ് ഖാനും സൽമാൻ ഖാനുമൊപ്പം രണ്ട് വമ്പൻ താരങ്ങൾ കൂടി ക്യാമിയോ റോളിൽ എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ഹൃതിക് റോഷൻ, ജൂനിയർ NTR എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അയാൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് വാർ 2. ജൂനിയർ NTRന്റെ ബോളിവുഡിലേക്കുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയായ വാർ 2 ബോളിവുഡിലെ ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സായ യഷ്രാജ് ഫിലിംസിന്റെ സ്പൈ യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമാണ്. 5 സിനിമകളാണ് ഇതുവരെ യൂണിവേഴ്സിന്റെ ഭാഗമായി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഓഗസ്റ്റ് 14 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഇപ്പോഴത്തെ സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് പുറത്തുവരുന്നത്. ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന്റേതായി ഇനി പുറത്തിറങ്ങാനുള്ള ആൽഫ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ ആലിയ ഭട്ടും ഷർവരിയും വാർ 2 അവസാനം എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഒപ്പം പത്താൻ എന്ന കഥാപാത്രമായി ഷാരൂഖ് ഖാനും ടൈഗർ എന്ന കഥാപാത്രമായി സൽമാൻ ഖാനും എത്തുമെന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു. സ്പൈ യൂണിവേഴ്സിലെ ആദ്യ ഫീമെയിൽ ലീഡ് സ്പൈ ചിത്രമാണ് ആൽഫ. ദി റെയിൽവേ മെൻ എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒരുക്കിയ ശിവരവയിലാണ് ആൽഫ സംവിധാനം ചെയ്യുന്നത്. യഷ്രാജ് ഫിലിംസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. 2025 ഡിസംബർ 25 ചിത്രം പുറത്തിറങ്ങും. അതേസമയം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവന്നതിനു പിന്നാലെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. 2 മിനിറ്റ് 36 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിന്റെ മേക്കിങ്ങിനും VFXനും ആക്ഷൻ സീനുകൾക്കും വലിയ രീതിയിൽ വിമർശനങ്ങൾ ലഭിച്ചു. ഈ സ്പൈ യൂണിവേഴ്സിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് വാറിന്റേതെന്നും ഔട്ട്ഡേറ്റഡ് ആയി തോന്നുന്നുവെന്നുമായിരുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ. മൗണ്ടൻ ഡ്യൂ പരസ്യം പോലെയാണ് ടീസറെന്നും ട്രോളുകൾ ഉയർന്നിരുന്നു. അതോടൊപ്പം സിനിമയ്ക്ക് വേണ്ടി നടന്മാർ വാങ്ങിയ പ്രതിഫലത്തിന്റെ കണക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ സ്പൈ ചിത്രമാണ് വാർ 2. 400 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിനായി ജൂനിയർ NTR 70 കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയതെന്ന സൂചനകൾ പുറത്തുവന്നിരുന്നു. ഹൃതിക് റോഷന് 50 കോടിയും സിനിമയുടെ ലാഭവിഹിതവും ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഇന്ത്യയിലെ എല്ലാ IMAX സ്ക്രീനുകളും ഓഗസ്റ്റ് 14 മുതൽ 2 ആഴ്ചത്തേക്ക് വാർ 2 സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു. ഇതിനായി യഷ്രാജ് ഫിലിംസ് രാജ്യത്തെ 33ലധികം തിയേറ്ററുകളുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞെന്നാണ് വിവരം. ഈ നീക്കം രജനീകാന്ത് ചിത്രമായ കൂലിക്ക് തലവേദനയായിരുന്നു. ഒരേ ദിവസം തിയേറ്ററുകളിൽ എത്തുന്നതിനാൽ തന്നെ കൂലിക്ക് ഒരു IMAX സ്ക്രീൻ പോലും ലഭിക്കാത്തത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. മേജർ കബീർ ധലിവാൾ എന്ന റോ ഏജന്റിനെയാണ് ചിത്രത്തിൽ ഹൃതിക് റോഷൻ അവതരിപ്പിക്കുന്നത്. യഷ്രാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആദിത്യ ചോപ്രയാണ് വാർ 2 നിർമ്മിക്കുന്നത്. ജൂനിയർ NTRന്റെ ആദ്യ ബോളിവുഡ് ചിത്രമാണിത്. സ്പൈ യൂണിവേഴ്സിലെ 6ാമത്തെ ചിത്രവും ബ്രഹ്മാസ്ത്ര എന്ന ചിത്രത്തിന് ശേഷം അയാൻ മുഖർജി സംവിധാനം ചെയ്യുന്ന ചിത്രവും എന്ന പ്രത്യേകത വാർ 2വിനുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.